ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിലുള്ള കേസ് സ്റ്റഡി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. അനിക ഈസ് സ്റ്റഡിങ് ഇൻ ക്ലാസ് 10. She observes two poles DC and BA. The height of these poles are x meter and y meter respectively as shown in the figure. These poles are 7 meter apart and O is the point of intersection of the line joining the top of each pole to the opposite pole and distance between point O and L is D. അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് രണ്ട് പോള്. ആ പോളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒന്ന് എക്സും ഒന്ന് വൈയും ആണ്. ആ രണ്ട് പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് സെഡ് എന്ന് തന്നിട്ടുണ്ട്. ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, അതായത് ഓരോ പോളിന്റെ ടോപ്പിൽ നിന്ന് പോളിന്റെ അടിഭാഗത്തേക്ക് ആ രണ്ടും ഇങ്ങനെ ആ ഇന്റർസെക്ഷൻ, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്. ഒ എൽ എന്ന് പറയുന്നത് ഡി എന്ന് തന്നിട്ടുണ്ട്. വിച്ച് സിമിലാരിറ്റി ക്രൈറ്റീരിയ ഈസ് ആപ്ലിക്കബിൾ ഇൻ ട്രയാങ്കിൾ സി എ ബി ആൻഡ് സി എൽ ഒ. സി എ ബിയിലും സി എൽ ഒ, അതായത് ഈ വലിയ ട്രയാങ്കിളിലും ഈ ചെറിയ ട്രയാങ്കിളിലും ഏത് സിമിലാരിറ്റിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ട്രയാങ്കിൾ സി എ ബി ആൻഡ് ട്രയാങ്കിൾ സി എൽ ഒ. സി എ ബിയിലും സി എൽ ഒയിലും നമുക്ക് ആംഗിൾ സി എന്ന് പറയുന്നത് എന്താണ്, രണ്ടിലും കോമൺ ആണ്. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾ, അതായത് ആംഗിൾ എൽ ഈക്വൽ ടു ആംഗിൾ എ ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. അപ്പോൾ എ എ സിമിലാരിറ്റി ആണ്. ആ രണ്ട് ട്രയാങ്കിൾ എ എ സിമിലാരിറ്റിയിലാണ് സിമിലർ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്രൂവ് ദാറ്റ് ബി സി ഈസ് ടു ഡി എ ഈക്വൽ ടു 1:1. ബി സി ഈസ് ടു ഡി എ. അപ്പോൾ ആ രണ്ട് സൈഡ് വരുന്ന രീതിയിലുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഡി സി എയും ബി എ സിയും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ട്രയാങ്കിൾ ബി സി എ ആൻഡ് ബി എ സി, ഇൻ ട്രയാങ്കിൾ ബി എ സി ആൻഡ് ട്രയാങ്കിൾ ഡി സി എ. ഈ രണ്ട് ട്രയാങ്കിളിലും നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു വൈ, അതായത് ബി എ ഈക്വൽ ടു ഡി സി എന്ന് തന്നിട്ടുണ്ട്. ബി എ ഈക്വൽ ടു ഡി സി, എക്സ് ഇസ് ഈക്വൽ ടു വൈ ആയതുകൊണ്ട് പിന്നെ എന്താണ്, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ആംഗിൾ സിയും ആംഗിൾ എയും 90 ഡിഗ്രിയാണ്. പിന്നെ എ സി എന്ന് പറയുന്നത് കോമൺ ആണ്. എ സി ഈക്വൽ ടു എ സി. അപ്പോൾ എസ് എ സിമിലാരിറ്റിയിൽ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ്. ട്രയാങ്കിൾ ബി എ സി സിമിലർ ടു ട്രയാങ്കിൾ ഡി സി എ. എസ് എ സിമിലാരിറ്റി, എസ് എസിൽ സിമിലാരിറ്റി, എസ് എ സിമിലാരിറ്റിയിൽ ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, അതിൻ്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. ബി എ ബൈ ഡി സി ഇസ് ഈക്വൽ ടു ബി സി ബൈ ഡി എ എന്ന് വരും. ബി സി ബൈ ഡി എ, ബി എ ബൈ ഡി സി, ബി എ ബൈ ഡി സി എന്ന് പറഞ്ഞാൽ എക്സ് ബൈ വൈ ഈക്വൽ ടു ബി സി ബൈ ഡി എ. അപ്പോൾ ഇവിടെ എക്സ് വൈക്ക് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബി സി ബൈ ഡി എ ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതായത് ബി സി ബൈ ഡി എ ഈക്വൽ ടു 1. അപ്പോൾ ബി സി, അതായത് 1/1 എന്നർത്ഥം. ബി സി ഇസ് ടു ഡി എ എന്ന് പറയുന്നത് എന്ത് കിട്ടും, 1:1 എന്ന് കിട്ടും. അടുത്തത്, ഇഫ് സി എൽ ഈക്വൽ ടു എ then find a in terms of x, y and d. അതായത് സി എൽ എന്ന് പറയുന്നത് എ ആണെങ്കിൽ അതിന് നമുക്ക് ഫൈൻഡ് എ ഇൻ ടേംസ് ഓഫ് എക്സ്, വൈ ആൻഡ് ഡി എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് സി എ ബിയും സി എൽ ഒയും എ എ സിമിലാരിറ്റിയിൽ സിമിലർ ആണ്. അപ്പോൾ ട്രയാങ്കിൾ സി എ ബി സിമിലർ ടു ട്രയാങ്കിൾ സി എൽ ഒ ആണെങ്കിൽ അതിൻ്റെ സൈഡ്സ് എന്തായിരിക്കും, പ്രൊപ്പോർഷണൽ ആയിരിക്കും. സി എ ബൈ സി എൽ ഈക്വൽ ടു എ ബി ബൈ എൽ ഒ ഈക്വൽ ടു ബി സി ബി ബൈ സി ഒ എന്ന് വരും. ഇവിടെ സി എ എന്ന് പറയുന്നത് എന്താണ്, സെഡ് ആണ്. സി എൽ എന്ന് പറയുന്നത് എ എന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. എ ബി എന്ന് പറയുന്നത് എക്സ് ആണ്. എൽ ഒ എന്ന് പറയുന്നത്, അതായത് ഒ എൽ എന്ന് പറയുന്നത് ഡി ആണ്. അപ്പോൾ എ ഇൻ ടേംസ് ഓഫ് എക്സ്, വൈ ആൻഡ് ഡി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എ ഈക്വൽ ടു എന്ത് കിട്ടി, അതായത് എ എക്സ് ഇസ് ഈക്വൽ ടു സെഡ് ഡി എന്ന് വരും. എ ഈക്വൽ ടു സെഡ് ഡി ബൈ എക്സ് എന്ന് വരും. എ ഈക്വൽ ടു സെഡ് ഡി ബൈ എക്സ്. അടുത്തത് AL equal to B, then find B in terms of x, y and d എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അടുത്തത് ഈ രണ്ട് ട്രയാങ്കിളും, അതായത് ഈ വലിയ ട്രയാങ്കിളും ഈ ചെറിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയാം.
ACD, അതായത് ട്രയാങ്കിൾ ACD, അതായത് ഇതിൻ്റെ ചോയ്സ്, തേർഡ് ക്വസ്റ്റ്യൻ്റെ ചോയ്സ് ആണ്. അപ്പോൾ ട്രയാങ്കിൾ ACD സിമിലർ ടു ട്രയാങ്കിൾ ഏത് വരും, ALO. ട്രയാങ്കിൾ ACD സിമിലർ ടു ട്രയാങ്കിൾ ALO എന്ന് വരും. അപ്പോൾ അതിലും അതേപോലെ അതിൻ്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആവും. AC/AL ഈക്വൽ ടു CD/LO എന്ന് വരും. AC എന്ന് പറയുന്നത് എന്താണ്, AC സെറ്റ് ആണ്. അപ്പോൾ Z/AL എന്ന് പറയുന്നത് നമുക്ക് B എന്ന് തന്നിട്ടുണ്ട്. B ഈക്വൽ ടു CD/LO. CD എന്ന് പറയുന്നത് Y, LO എന്ന് പറയുന്നത് D. അപ്പോൾ B ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടും, B ഈക്വൽ ടു ZD/Y എന്ന് കിട്ടും. B ഈക്വൽ ടു ZD/Y എന്ന് കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3ലും നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക.